കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷവും വയനാട് അനുസ്മരണവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാലി പുൽപ്പറയിൽ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷവും വയനാട് അനുസ്മരണവും നടത്തി. NSS, ജൂനിയർ റെഡ് ക്രോസ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, SPC, ലിറ്റിൽ കൈറ്റ്സ് എന്നീ യൂണിഫോം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പ്രതിരോധ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാനും നമ്മൾ കടന്നുപോകുന്ന അഭിമാനകരമായ ഈ നേട്ടത്തില് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ ഭാവിയിലെ പട്ടാളക്കാരോ ഉദ്യോഗസ്ഥ പ്രമുഖരോ രാഷ്ട്ര നേതാക്കന്മാരോ ഒക്കെ വരേണ്ട നിങ്ങളാണ് ഇന്ത്യയുടെ ഭാവി എന്നോർത്തുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. ഭാരതമാതാവ് ജയിക്കട്ടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പരിശ്രമിച്ച മഹത് വ്യക്തിത്വങ്ങളെ അനുസ്മരിച്ചതിനോടൊപ്പം വയനാട് ദുരന്തത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥനാഞ്ജലിയും നടത്തി. ദുരന്തമുഖത്ത് ധീരമായി രക്ഷാപ്രവർത്തനം നടത്തിയ മുഴുവൻ സേനാ വിഭാഗങ്ങളെയും സന്നദ്ധ സംഘടനകളെയും സർക്കാർ ഇതര വിഭാഗങ്ങളെയും ചടങ്ങിൽ അനുസ്മരിച്ചു. NCC, SPC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ 150 ചതുരശ്ര അടി വലിപ്പത്തിൽ തയ്യാറാക്കിയ വയനാട് അനുസ്മരണ ന്യൂസ് പേപ്പർ കൊളാഷ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കരിമണ്ണൂർ CI KH ഹാഷിം വയനാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. SPC കേഡറ്റ് എലന M. അനിൽ, NCC കേഡറ്റ് ആൻമരിയ സാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട് അനുസ്മരണ ഗാനം ആലപിച്ചു. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, ഹെഡ്മാസ്റ്റർ സജി മാത്യു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. SPC ഓഫീസർ ഡോക്ടർ റെക്സി ടോം, NCC ഓഫീസർ ജെയ്സൺ ജോസ്, സ്കൌട്ട് റേഞ്ചർ ലീഡർ ആനിയമ്മ ലോറൻസ്, സ്കൌട്ട് മിസ്ട്രസ് A. സുമി, ഗൈഡ് ക്യാപ്റ്റൻ സുമിത കുരുവിള, JRD കോർഡിനേറ്റർ ലിജി തെരേസ് ജോസ്, കൈറ്റ്സ് മിസ്ട്രസ് സീനാസ് കറിയ, NSS കോർഡിനേറ്റർ സെബിൻ കെ പ്രേം, SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ രാജനീഷ് അഗസ്റ്റിൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, Founder, Chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Todupuzha.